ഹലോ അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു മന്തി കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഷീജക്കെല്ലാം ഒരേ നിർബന്ധം മന്തി കഴിക്കാൻ പോകും. അപ്പോൾ ഷീജൻ്റെ കൂടെ ഒരു പുതിയ ചേച്ചി വന്നിനല്ലോ. അപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടി മന്തി കഴിക്കാൻ പോയി കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നൈതി മന്തിയിലാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാനുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ലിമോസ വണ്ടിക്കാരുണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു, പിന്നെ ഷീജി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ ആ ചേച്ചി വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിനെ ജോലിക്ക് വിടാൻ വേണ്ടിയിട്ട് ആ ചേച്ചി വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോയി. നല്ല മന്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധാ മന്തി എടുത്തത്. എന്താണെന്ന് പറഞ്ഞാൽ ഷീജയ്ക്ക് എരിവ് പുളിവ് അങ്ങനത്തെ ഒരു കാര്യം പറ്റൂല, ബീഫ് കഴിക്കൂല, അങ്ങനത്തെ എല്ലാവരും ഉണ്ട്. ഓക്ക് എരിവൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് അപ്പോൾ നമ്മളെ പുതിയ ചേച്ചിൻ്റെ വകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ വക വേണ്ട, നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇത് കിട്ടിയോണ്ട് പോലെ എപ്പോഴും പറയും നമുക്ക് ചിലവ് വന്നില്ല, നമുക്ക് ചിലവ് വന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ പെട്ടോന്നറിയില്ല, ഒരു വണ്ടി ഇടിച്ചതാണ്. ഒരു വണ്ടി ഇടിച്ച കാരണത്താൽ 4 വണ്ടി ഇവിടെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്ലോക്കാണ്, 4 വണ്ടി. ഇവിടെ അതാണ് ഒരു പ്രശ്നം. ഒരു വണ്ടി ഇടിച്ചാൽ അടുത്ത വണ്ടി 4 വണ്ടി ഒരുമിച്ച് പെടാന്ന് പറഞ്ഞ് വെഹിക്കിളിടിച്ചും കൊണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉച്ചക്ക് ഇതിൽ കിട്ടീനോന്നറിയില്ല. 1 2 3 വണ്ടി, 4 വണ്ടി മുമ്പ് പോയി സൈഡാക്കി പോയിട്ട്. അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ പോവാണ്. നൈതി മന്തിത്തെ മന്തി മോശമില്ലാത്ത മന്തി കേട്ടോ. നല്ല മന്തിയാണ്. ഞാൻ നാട്ടിൽ അവിടുന്ന് കൊണ്ടുപോയത്. നല്ല മട്ടൻ മന്തിയും ഞാൻ ചിക്കൻ മന്തിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒന്നും ആയിട്ടില്ല, സൂപ്പറായിരുന്നു കേട്ടോ. ഷീജനോട് ഞാൻ പറയാണ് വീഡിയോ എടുക്കണം. അങ്ങനെ ഞങ്ങളിതാ നൈതി മന്തിയിലെത്തി ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവറെ കാത്തിക്കുകയാണ്. നമ്മളെ ലിമോസൻ നമ്മളെ സ്ഥിരമായിട്ട് ജോലിക്കെല്ലാം കൊണ്ടുവന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവരെയും വിളിച്ച് അങ്ങനെ ഞങ്ങളിതാ ഓർഡർ ചെയ്തു. സാദാ മന്തി ഒരു ഫുള്ള് വാങ്ങി ഞങ്ങൾ. അപ്പോൾ ഷീജയ്ക്ക് ഇങ്ങനത്തെ മന്തിയേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ ഷീജ അതാ വിളമ്പി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ 4 പേരാണ് കേട്ടോ. ചോറ് പിന്നെ ഞങ്ങൾ വീണ്ടും വാങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മന്തി കേട്ടോ. ഒന്നാമത് ഉച്ചക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും കാര്യങ്ങളും മയോണീസും എല്ലാം ഉണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ കുറേ വർഷമായി ചേച്ചി പറഞ്ഞ് കുറേ ആയി കഴിച്ചിട്ട് ഇത് ഇങ്ങനെ കഥ പറയുന്നു പാവം. അപ്പോൾ കേട്ടപ്പോൾ സങ്കടമായി കേട്ടോ. മന്തിയൊന്നും കഴിക്കലേ ഇല്ല, ഒരുപാട് വർഷമായി. അത് കുവൈത്തിലൂടെ ഉണ്ടായപ്പോൾ കഴിച്ചതാണ്. ഇപ്പോൾ സങ്കടമായിപ്പോയി. നമ്മളെല്ലാം പിന്നെ മന്തി വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും നാട്ടിൽ പുറത്ത് വാങ്ങലില്ല, ഞാൻ തന്നെ വെച്ച് കൊടുക്കല കേട്ടോ. മക്കൾ ഇപ്പോൾ മോളെല്ലാം സൂപ്പറായിട്ട് വെക്കും മന്തിയെല്ലാം. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് പുറത്തിറങ്ങി. അത്രയും ചൂടാണ് കേട്ടോ. പിടുത്തം വിട്ട ചൂടാണ്. പിന്നെ ഞങ്ങൾ ആ ഡ്രൈവർക്ക് വേറൊരു പെണ്ണിനെ എസ്താലിൽ നിന്ന് ജോലി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് സമയമുണ്ടോ, അവളെയും കൂടി എടുത്തിട്ട് വരുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ലയെന്ന്. അപ്പോൾ അവൾ പുറത്തിറങ്ങി നിന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഓക്കെ കുഴപ്പമില്ല പറഞ്ഞിട്ട് ആ ഒരു മോളെയും കൂടി ഓള് കൊട്ടൂരുള്ളതായിരുന്നു. പിന്നെ ഓൾ എസ്താലിൽ ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ എടുക്കാൻ ഞങ്ങൾ വക്രയിൽ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വക്കറയിൽ പോയി ആ കുട്ടീനെ എടുത്ത് അതുകൊണ്ട് ആ മോളിയും പരിചയപ്പെട്ട്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ
നമ്മളെ കൊട്ടൂരുള്ള മോളാണ്, അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറമാണല്ലോ മോള് ഉള്ളത്. അതുകൊണ്ട് ആ കുഞ്ഞിനും മോളി പരിചയപ്പെടാൻ പറ്റി. സന്തോഷം പരിചയപ്പെട്ടതിൽ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്നലെ അങ്ങനെയെല്ലാം പോയിട്ടോ. ഇന്നലെ പിന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് പിന്നെ ഞങ്ങളിതാ വക്കറയിൽ നിന്ന് വരികയാണ് കേട്ടോ. ആ മോളെ എടുത്ത് ഞങ്ങളിങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ സായിത്താത്താനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതേപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സാക്കെല്ലാം ഒന്ന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയല്ലേ പറയാനുള്ളൂ. അപ്പോൾ ആരും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ പടച്ചോനെ. എല്ലാവർക്കും ആയുസ്സും ആഫിയത്തെല്ലാം കൊടുക്കട്ടെ, അസുഖം തരാതിരിക്കട്ടെ. പിടുത്തം വിട്ട ചൂട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കത്തുകയാണ് ചൂട്. ഈ ഗ്ലാസ്സെല്ലാം ഇങ്ങനെ പൊള്ളിങ്ങോട് നിൽക്കുക, നട്ടുവച്ചല്ലേ. ഓള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കാൻ പോയേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി പിന്നെ റിട്ടേൺ പോകുമ്പോൾ ഒരുപാട് സമയമാവുമല്ലോ. അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ പോയതാ. അപ്പോൾ ചേച്ചി മുന്നിലേ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എടുത്ത വീഡിയോ